ഒന്നാമത് ഞാൻ എൻ്റെ വീട്ടിൽ പോയാന്ന് കുറേ നാൾ നിൽക്കുകയും ചെയ്തിന് എന്തൊക്കെയോ വീഡിയോസ് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തു. പോയതിൻ്റെ പിറ്റേന്ന് തന്നെ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയി. ഇന്നലെ ഞാൻ തിരിച്ചു കിട്ടി. അതുകൊണ്ട് എന്താ വിചാരിച്ച പ്ലാനിങ് ഒന്നും തന്നെ നടന്നില്ല. ഇപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ നമുക്കൊരു കുർബാന ഉണ്ടായിട്ടാ. ആദ്യ കുർബാന അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട് പോകുന്നത്. പക്ഷേങ്കിൽ പുറത്തിറങ്ങി ഞങ്ങൾക്ക് ഫസ്റ്റ് ഫുഡ് അടിക്കണം. അതുകൊണ്ട് ഒരു തട്ടടി കയറിയിട്ട് ചായയും കല്ലുമ്മക്കായടയും പപ്സും കാര്യമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഞാനൊരു ബൂസ്റ്റും രജി ഒരു ചായ വാങ്ങാൻ. ചായ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് രജി എൻ്റെ ബൂസ്റ്റ് വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചേരം ഒരു പ്ലാനും ഉണ്ടായി. കുർബാനക്ക് പോയിട്ട് ബിരിയാണി കഴിക്കാനില്ലോണ്ട് ഞാൻ ലൈറ്റായിട്ടേ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നേരെ കുർബാനക്ക് പോയി. കുർബാനാന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ സംഭവം എന്താണെന്നൊന്നും അറിയില്ല. പള്ളിയിലോട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ പോയത്. ഫുഡ് കൊടുക്കുന്നതൊക്കെ ഒരു ഹാളിന്നായിരുന്നു. അവിടേക്കാണ് നമ്മൾ നേരെ പോയത്. ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചി ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായി. നമ്മൾ അവിടെ എത്തുമ്പോൾ അവരും അവിടെ എത്തിയിട്ടുണ്ടായി. അങ്ങനെ വസൂട്ടന് ഞാനൊക്കെ കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആടുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് വെറുതെ രജിയുടെ തൊട്ട് ബാക്കിലിരിക്കുന്ന കേട്ടോ എൻ്റെ അമ്മ. അമ്മയെന്നൊന്ന് വിളിച്ചപ്പോൾ പെട്ടെന്നൊരു ടെൻഷനിൽ എടുത്തേക്കോ നോക്കുന്നുണ്ട്. എന്നിട്ട് ഏത് പിള്ളേരെ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനിലൊന്നും നോക്കുന്നുണ്ട്. അവിടുന്ന് തെച്ചൂട്ടിക്കും വസൂട്ടനും സെയിം ബലൂൺ കൊടുത്തിട്ടുണ്ടായി. എന്നാലും വസൂട്ടന് തെച്ചൂട്ടിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബലൂണാണെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ആടുന്ന് നേരെ ഫുഡടിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉച്ചറക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാനൊന്ന് മുടി മുറിക്കാൻ പോയി. എത്ര വൃത്തിയില്ലാത്ത മുടിയാണ്, ഹെയർ ഫോൾ ആണെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ മുടി മുറിക്കുന്നെന്ന് പറഞ്ഞാൽ കൊല്ലും. അതുകൊണ്ട് അമ്മയോട് പറയാണ്ടാണ് ഞാൻ മുടി മുറിക്കാൻ പോയി. ഷോർട്ടാക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിന്ന് നടത്തി. വലിയ രസമൊന്നും ഇല്ലെങ്കിലും കണ്ണാടിന് മുമ്പ് കുറച്ച് പട്ടിഷോ എടുത്തു. മുറിച്ചിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് അമ്മ കുളിക്കാൻ പോയിട്ടാണ്. അങ്ങനെ കുളിച്ച് വന്നതിന് ശേഷം അമ്മക്ക് മുടി മുറിച്ച് കാണിച്ചു കൊടുക്കാന്ന് വെച്ചാൽ കണ്ണപ്പൻ്റെ കയ്യിൽ ക്യാമറയും കൊടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തു. ക്യാമറ കണ്ടുകൊണ്ടാണ് അമ്മ ഈ ഭാവത്തിലിരിക്കുന്നത്. എങ്കിൽ എൻ്റെ അമ്മ ഒരു ഭദ്രകളെയും മാറിയിട്ടുണ്ടാവായിരുന്നു. ഇതിപ്പോൾ കാര്യം നൈസായി പോയി. അതുകൊണ്ട് എനിക്ക് ഒരു ചീത്തയും കിട്ടിയില്ല. 2 ഡയലോഗ് മാത്രം കേൾക്കേണ്ടി വന്നു. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു കെട്ടവും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പാവം എൻ്റെ കെട്ടവും വരെ പഴിയിട്ടു. പിന്നെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ മെല്ലെ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.